കുവൈത്ത്, ഖത്തർ, UAE എന്നിവിടങ്ങളിൽ നിന്ന് ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസാണ് ചേരുന്നത്. റഹീസ് പറയൂ, ഒരിടവേളയ്ക്ക് ശേഷം ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാന്റെ ആക്രമണം. തീർച്ചയായും ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം കടുപ്പിക്കുകയാണെന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ 3 ദിവസം മുൻപ് ഇത്തരത്തിൽ തുടർച്ചയായ ദിവസങ്ങളിൽ UAE കേന്ദ്രീകരിച്ച ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷെ അത് വലിയ തോതിലുള്ള ആക്രമണമാണ് എന്ന് കാണാൻ കഴിയില്ലായിരുന്നു. എന്നാലും ആക്രമണം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഒരു തീപിടുത്തമൊക്കെയും ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രിയൽ സോണിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. പക്ഷെ അപ്പോഴൊന്നും ഇറാൻ അതിന്റെ പേറ്റന്റ് ഏറ്റെടുക്കാൻ, അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. പക്ഷെ ഇന്ന് കൃത്യമായ ഒരു പ്രഖ്യാപനം നടത്തിയതിനു ശേഷമാണ് ഇറാൻ ആക്രമണം നടത്തിയത്. അതായത് ഹോർമൂസ് കടലിടുക്കിൽ ഇറാനെതിരെ അമേരിക്ക കൈക്കൊള്ളുന്ന ഓരോ നടപടികൾക്കും പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ചാകും തങ്ങൾ മറുപടി നൽകുക എന്ന് ഇറാൻ പറയുകയുണ്ടായി. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ ഇപ്പോൾ 3 രാഷ്ട്രങ്ങളെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയിരിക്കുന്നു. അതായത് കുവൈറ്റ്, ഖത്തർ, UAE എന്നിവ കേന്ദ്രീകരിച്ച് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നു. അതിൽ തന്നെ UAE-യിൽ 2 ഡ്രോൺ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. ആ ശ്രമങ്ങളൊക്കെയും ചെറുക്കാൻ കഴിഞ്ഞതായി UAE പറയുന്നു. കാര്യമായിട്ടുള്ള അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല, ആളപായം ഒന്നും തന്നെ UAE-യിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ കുവൈറ്റ് കേന്ദ്രീകരിച്ച് നിരവധി തവണ ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായി. ഇതിനെയൊക്കെയും ചെറുക്കാൻ കഴിഞ്ഞതായി പറയുന്നു. അവിടെ നിന്നും അങ്ങനെ ആളപായത്തിന്റെ റിപ്പോർട്ടുകളൊന്നും പുറത്തു വരുന്നില്ല. നേരെ മറിച്ച് ഈ ഖത്തർ തീരത്ത് ചരക്ക് കപ്പലിന് തീ പിടിച്ചിട്ടുണ്ട് ഇറാൻ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. പക്ഷേ ഈ കപ്പലിൽ ഒരുപാട് തൊഴിലാളികൾ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. അവരെയൊക്കെയും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും ആർക്കും പരിക്കില്ല, കാര്യങ്ങളൊക്കെയും കൃത്യമായി തങ്ങൾ പ്രതിരോധിച്ചു എന്ന് ഖത്തറും പറയുന്നുണ്ട്. അപ്പോൾ ആക്രമണങ്ങളിൽ അങ്ങനെ പരിക്കൊന്നും ഏറ്റിട്ടില്ല, കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ആക്രമണം തുടർച്ചയായി ഉണ്ടാകുന്നു എന്നുള്ളതും ഇപ്പോൾ അത് കൂടുതൽ വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതും നിശ്ചയമായും ഒരു ആശങ്ക ഉയർത്തുന്ന വിവരം തന്നെയാണ്. ഒപ്പം തന്നെ ഈ വലിയ തോതിലുള്ള ഇറാന്റെ മുൻകരുതൽ അല്ലെങ്കിൽ ഈ ഒരു ഭീഷണി മുന്നിൽ നിൽക്കുകയാണ്. എന്തായാലും ഗൾഫ് രാജ്യങ്ങളൊക്കെ മുൻകരുതലുകൾ എടുക്കുന്നുണ്ട്. കാര്യമായ നിയന്ത്രണങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഏതു സമയം ഏത് ആക്രമണങ്ങളെയും ചെറുക്കാൻ തങ്ങൾ സജ്ജരാണ് എന്നാണ് ഈ 3 രാഷ്ട്രങ്ങളും ഔദ്യോഗികമായി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ദിൽന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.